Good morning, children. All of you take your textbook. കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പേര് വായിച്ചു അല്ലേ? ഇനി വായിക്കാത്ത കുട്ടികളുണ്ട്. മിസ് ഒന്ന് ഇപ്രാവശ്യം ഈ ക്ലാസ്സിൽ ആദ്യം തന്നെ ഒന്ന് റിവിഷൻ ചെയ്തുതരാം. അത് ഒന്നുകൂടെ പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. ഈ ക്ലാസ്സിലും വായിപ്പിക്കുന്ന പറഞ്ഞത് അല്ലേ? അതെ. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചിരിക്കുക. പേജ് നമ്പർ 5 അതെടുക്കുക. അപ്പൊ മിസ് വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് രണ്ടാമത് നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലും വായിപ്പിച്ചവരല്ല, ബാക്കിയുള്ളവരെ ഇന്ന് വായിപ്പിക്കും. ഓക്കെ. का से कबूतर, खा से खरगोश, गा से गमला, खा से खर. ലാസ്റ്റത്തെ അക്ഷരം ങ. എങ്ങനെയാണ് വായിക്കാത്? ക, ഖ, ഗ, ഖ, ങ. നെക്സ്റ്റ് പേജില് ച. चा से चरखा, छा से छत, जा से जग, छा से ചർന. ലാസ്റ്റത്തെ അക്ഷരം എന്താണ്? ഞ. ച, ഛ. മിസ്സിന്റെ കൂടെ വായിക്ക്. ച, ഛ, ജ, ഛ, ഞ. നെക്സ്റ്റ് ട. टा से टमाटर, ठा से ठडेरा, डा से डमरू, ठा से ठकന. ലാസ്റ്റത്തെ അക്ഷരം എന്താണ്? ണ. എങ്ങനെയാണ് വായിക്കുക? ട, ഠ, ഡ, ഠ, ണ. നെക്സ്റ്റ് പേജില് ത. ത से तरबूज, था से थर्मस, दा से दवात, था से धनुष, ना से नल. എങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ വായിക്കുക? ത, ഥ, ദ, ഥ, ന. നെക്സ്റ്റ് പ. പ से पतंग, फ से फल, ब से बकरी, फ से भवन, മാ സേ മച്ചലി. എങ്ങനെയാണ് വായിക്കുന്നത്? പ, ഫ, ബ, ഭ, മ. ഓക്കെ. നെക്സ്റ്റ് പേജ്. യാ സേ യജ്ഞ, രാ സേ രഥ്, ലാ സേ ലഡ്ഡു, വാ സേ വട്. യാ, രാ, ലാ, വാ. ശാ സേ ശൽഗം, ഷാ സേ ഷഡ്കോൾ, സാ സേ സവേര, ഹാ സേ ഹൽധർ. ശ, ഷ, സ, ഹ. ഈ അക്ഷരങ്ങളെല്ലാം കൂടി എങ്ങനെ വായിക്കും? എല്ലാവരും പെൻസിൽ കൊണ്ട് തൊട്ട് വായിക്കണം. യാ, രാ, ലാ, വാ, ശ, ഷ, സ, ഹ. വൺസ് മോർ. യാ, രാ, ലാ, വാ, ശ, ഷ, സ, ഹ. ഇത് ഈസി ആയിട്ട് വായിച്ചു പഠിക്കണം. എന്നിട്ട് വേണം എഴുതി പഠിക്കാൻ. അല്ലെങ്കിൽ യാരാലാവ കഴിയുമ്പോ കുറെ അക്ഷരങ്ങൾ ഉണ്ടാവൂല. ലാസ്റ്റ് ഹായും പറയും. അല്ലേ? എത്ര അക്ഷരങ്ങളുണ്ട് ആദ്യം എണ്ണി നോക്കിക്കോ.
അല്ലെങ്കിൽ നമുക്ക് മറന്നു പോകും ഇടക്ക്. ഷാ 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 അതൊന്നും ഉണ്ടാവൂല. ആദ്യം പറഞ്ഞു പഠിക്കണം കേട്ടോ. ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ പറയൂ. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. സിറ്റ് ഡൗൺ. സ്റ്റാൻഡ് അപ്പ്. സിറ്റ് ഡൗൺ. ഓക്കെ, വായിച്ചോളൂ. ആ ആ മിസ് പറയുന്നത് ഒന്ന് കേട്ട് വായിച്ചേ. മിസ്സിന്റെ കൂടെ പറഞ്ഞേ. ആ ആ ഇ ഈ ഉ ഊ ഇർ എ ഐ ഓ ഔ അം ആ ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ. ലാസ്റ്റ് എത്തുമ്പോഴാണ് ശ ഷ ശ ശ ശ എന്നല്ലേ. എങ്ങനെയാണ്? ശ ശ ശ ശ ശ. അങ്ങനെയല്ലേ വായിച്ചത്? ഇങ്ങനെ വേണം ഇത് വായിക്കാൻ. ഒന്നുകൂടെ ലാസ്റ്റത്തെ യാര ലാവ ശ ഷ സ ഹ. ചിരിക്കുന്നുണ്ട്. തെറ്റിന്ന് എനിക്ക് മനസ്സിലായി അല്ലേ അഫ്രാസെ? യാര ലാവ ശ ഷ സ ഹ. ആൻഡ്രോസെ കിട്ടിയോ? എങ്ങനെയാണ് പറഞ്ഞത്? ശ ശ ശ ശ എന്നാണോ? അല്ല, നേരെ പറഞ്ഞല്ലേ. വായിപ്പിക്കുന്നുണ്ട്. നിന്നെ കണ്ടിട്ട് കുറെ നാളായി ആൻഡ്രോസെ. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ലല്ലോ. എവിടെ പോയി? എവിടെ പോയി? ഉണ്ടായിരുന്നോ? മുടി കെട്ടിയത് കണ്ടോ ആൻഡ്രോസിന്റെ? നല്ല ഭംഗിയുണ്ട് കാണാൻ. മുടിയൊക്കെ വളർന്നല്ലേ? ഓക്കെ, അപ്പം ബാക്കി കൂടെ പഠിച്ചില്ലേ നമ്മള്? ഹാ വരെ പഠിച്ചുള്ളോ? ഇക്ഷാ പഠിച്ചില്ലേ? പഠിച്ചു ഇല്ലേ? ക്ഷ സെ ക്ഷത്രിയ, ത്ര സെ ത്രികോൺ, ജ്ഞ സെ ജ്ഞാനി, ശ്ര സെ ശ്രമിക്. ഈ അക്ഷരങ്ങൾ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇത് കൂട്ടക്ഷരങ്ങള്. ഹിന്ദിയിൽ ഇതിന് സംയുക്താക്ഷരം എന്ന് പറയും. ഇത് കൂട്ടക്ഷരങ്ങള്. കായും ഷായും കൂടെ കൂടുമ്പോഴാണ് ഇക്ഷ വരുന്നത്. രണ്ടക്ഷരങ്ങൾ കൂടി ചേരുമ്പോ അല്ലെ? ഇക്ഷ. ത്ര, ജ്ഞ, ശ്ര. അങ്ങനെ കുറെ അക്ഷരങ്ങൾ വരുന്നുണ്ട് ഇനി. അപ്പൊ ഈ അക്ഷരങ്ങൾ ശരിക്കും പഠിക്കണം. ഇതൊക്കെ ആ അക്ഷരമാലയിലുള്ള അക്ഷരങ്ങളാണ്. അപ്പൊ നിങ്ങളോട് ഹിന്ദി അക്ഷരങ്ങൾ എഴുതാൻ പറയുമ്പോ എവിടെ തൊട്ട് എവിടം വരെ എഴുതണം? ആ മുതല് ആ വരെ എഴുതണം. രണ്ടാമത് വ്യഞ്ജനാക്ഷരങ്ങൾ ക മുതൽ മ, യാ മുതൽ ഹ, ഇക്ഷ മുതൽ ഇസ്ര വരെ എഴുതണം. ഇന്ന് ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അക്ഷരങ്ങള്. Then take your notebook, back page. ബുക്കിന്റെ ബാക്ക് പേജ് എടുത്തിട്ട് ഇന്നത്തെ ഡേറ്റ് എഴുതിക്കോ. എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് മിസ് വാക്കുകൾ പറയാം, എഴുതിയാൽ മതി. അക്ഷരങ്ങളല്ല, മിസ് ഇപ്പൊ പറഞ്ഞ വാക്കുകൾ എഴുതണം നിങ്ങള്.
റെഡിയായോ? ഓക്കെ. ചർക്ക എഴുതാൻ പറ്റുമോ? അറിയോ? എഴുതാൻ അറിയോ നിങ്ങൾക്ക്? അറിയോ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ, അറിയെങ്കിൽ അറിയെന്ന് പറ. കൈ തമ്പ് കാണട്ടെ. എത്ര പേർക്ക് അറിയാം? ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചാ നിങ്ങളോട്. ഇത് ഞാൻ പഠിക്കാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? എഴുതാൻ പറഞ്ഞിരുന്നു, എഴുതണ്ട. അപ്പൊ മിസ് പറയുന്ന അക്ഷരങ്ങൾ ഇപ്പൊ എഴുതണം. വേർഡ് എഴുതണ്ട, എല്ലാവർക്കും അറിയില്ല, അതറിയാം. അപ്പൊ പറയുന്ന അക്ഷരങ്ങൾ എഴുതണം. ഫസ്റ്റ് ച. ച എന്ന അക്ഷരം നിങ്ങൾ എഴുതണം. ച. ആൻഡ്രോസ് അമ്മയോട് ചോദിക്കുകയാണോ? എഴുതിയല്ലേ? ഇനി ക. ക. എഴുതിയല്ലേ? അടുത്തത് മ. മ. എല്ലാവരുടെയും അമ്മമാർ അടുത്തുണ്ടല്ലോ. അപ്പൊ കുട്ടികള് അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ്. അപ്പം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത് ഏത് അക്ഷരമാണ് അല്ലെ? അപ്പം ലാസ്റ്റ് നിങ്ങൾ തന്നെയാണ് ടിക്ക് ഇടേണ്ടത്. അതിപ്പോ അത് പറഞ്ഞ അക്ഷരങ്ങള് കറക്റ്റ് ആണെന്ന് അന്നേരം തന്നെ നോക്കി വെക്കുക. ച, ക, മ, ഇത്രയും അക്ഷരങ്ങൾ പറഞ്ഞത്. അടുത്തത് ഞ. ഞ എന്നുള്ള അക്ഷരം എങ്ങനെ എഴുതും? ഞ. നിങ്ങൾക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ആണിത്. ഞ. എവിടെയാണ് ഞാ വരുന്നത്? പ, ഫ, ബ, പ, മ. അല്ല സോറി, പ, ഫ, ബ, പ, ഞ. അങ്ങനെയാണോ? അല്ല, അവിടെയല്ല ഞാൻ വരുന്നത്. എവിടെയാണ്? ച, ഛ, ജ, ഛ, അടുത്ത അക്ഷരം അതാണ് ഞ എഴുതേണ്ടത്. മുബ്ദാസി മായിച്ചു അല്ലെ? ഞാൻ കണ്ടു. ഞ. ഞ. ഇപ്പോഴാണ് അക്ഷരങ്ങൾ തപ്പി തടയുന്നത് അല്ലെ? ഏതാ അക്ഷരം ഇത്രയും നാള് നമുക്ക് അറിയില്ലായിരുന്നു. ഞാൻ എഴുതിയല്ലേ? നെക്സ്റ്റ് ഇക്ഷ. ഇക്ഷ എങ്ങനെ എഴുതും? ആ വളഞ്ഞും പൊളഞ്ഞിട്ടുള്ള അക്ഷരം അല്ലെ? ഇക്ഷ. അമൃത, അമ്മമ്മയോട് പോയി ചോദിക്കേ എങ്ങനെ ഇക്ഷ എഴുതുന്നേന്ന്. ഇന്നൊന്ന് അമൃതയ്ക്ക് എന്താ പ്രശ്നം? അൺമ്യൂട്ട് ചെയ്തേ. എന്നാ പറഞ്ഞ ഇപ്പൊ അക്ഷരം? ഇക്ഷ. എഴുതി എല്ലാരും? എഴുതി. നെക്സ്റ്റ് ന. ന. എവിടെയാണ് ന വരുന്നത്? ന. ഏതൊക്കെ അക്ഷരങ്ങൾ പറഞ്ഞു ഇപ്പൊ? ച, ക, മ, ഇക്ഷ, ന അല്ലെ? ഇനിയാണ് സ്ര. സ്ര.
സ്ര. ബുക്ക് തുറന്നു വെച്ചിട്ട് എഴുതരുത് കേട്ടോ, അതില് കാര്യമില്ല. റയാനെ അമ്മ കാണിച്ചു തരുന്നില്ലേ? ദീക്ഷിതയെ അൻവിത നോക്കി എഴുതുന്നുണ്ട്, അടച്ചു പിടിച്ചെഴുതിക്കോ. സ്ര. ഓക്കെ, അടുത്തത് ഛാസെ ചർണ നമ്മൾ പഠിച്ചു അല്ലെ? ചർണ. ചർണ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഛ. ഛ. അടുത്ത അക്ഷരം ഛ. അനാമികക്ക് എന്താണ്? അനാമിക, അനാമികനെ കാണുന്നില്ലല്ലോ. ഏത് എഴുതുന്നുണ്ട്? അനാമികന്റെ ഏട്ടനെ ഏത് എഴുതുന്നുണ്ട്? അല്ല, ഇത് ഏത് എഴുതുന്നുണ്ട്? കേറാൻ കുറച്ച് വെയ്തു പോയി. അക്ഷരങ്ങൾ എഴുതിക്കുവാണ്. അപ്പം അക്ഷരല്ലേ? അതെ, അക്ഷരങ്ങളല്ല എഴുതിക്കുന്നത്, സ്വരാക്ഷരങ്ങളല്ല എഴുതിക്കുന്നത്. ഒന്ന് എല്ലാരും വെയിറ്റ് ചെയ്യണം അനാമികക്ക് വേണ്ടിട്ട്. ഫസ്റ്റ് ലെറ്റർ എഴുതിക്കോ. ഫസ്റ്റ് ലെറ്റർ ച. ച എഴുതിയോ? അനാമിക ശ്രദ്ധിക്കണം, ച കഴിഞ്ഞ അടുത്ത ലെറ്റർ ക. ലാസ്റ്റ് തേർഡ് ലെറ്റർ മ. മ. മിസ് ഒന്നുകൂടെ പറയാം മിസ്. ഇത് നിങ്ങൾ എന്നാ ഒരു കാര്യം, ലാസ്റ്റ് ഇങ്ങനെ കേറുന്നവര് രണ്ടാമത് നമ്മള് ക്ലാസ്സിൽ ഗ്രൂപ്പിൽ ഇടുന്നില്ലേ, അത് നോക്കിയിട്ട് നിങ്ങൾ ആ കുട്ടീനെ എഴുതിച്ചാ മതി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോ ബാക്കിയുള്ള കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ആണത്. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോ, നിങ്ങൾ എഴുതിക്കുവാണെങ്കിൽ എഴുതിക്കോ. ഫസ്റ്റ് ലെറ്റർ ച, ക, മ, ഇക്ഷ, ന. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഛാസെ ചർണ എന്നുള്ള വാക്കിന്റെ ഛ. ചർണ എന്നുള്ള വാക്കിന്റെ ഛ ഫസ്റ്റ് ലെറ്റർ ഛ. അടുത്തത് ഠ സെ ഠക്കിന. ഠ. നല്ല ഉറപ്പിൽ പറയുന്ന അക്ഷരമാണ് ഠ. ഠ സെ ഠക്കിന. ഠക്കിന എന്നുള്ള വാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ ഠ. അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്. പേരൻസ് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ പറയുമ്പോ ഈ അക്ഷരങ്ങൾ കുട്ടികൾ എഴുതുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ആ അക്ഷരം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഓരോ അക്ഷരങ്ങളും പറഞ്ഞു പഠിപ്പിക്കണത്, അതിന്റെ ഉച്ചാരണം കറക്റ്റ് ആക്കിയിട്ട് പഠിപ്പിക്കണം. അപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ എഴുതാൻ കുട്ടിക്ക് ആവുന്നില്ലെങ്കിൽ ആ അക്ഷരം ഏതാന്ന് അവർക്ക് അറിയില്ല, അതാണ്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ അക്ഷരം എന്താണ്? ഠ. ഠക്കിന. സെവൻ ആയി അല്ലെ? നെക്സ്റ്റ് ദാസ്യ ദവാത്ത് പഠിച്ചു അല്ലെ? ദ. ദ. ദാസെ ദവാത്ത്. ദവാത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ദ. നെക്സ്റ്റ് ഫ സെ ഫൽ പഠിച്ചല്ലേ? ഫ. ഫൽ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ ഫ. ഫ.
നെക്സ്റ്റ് ശാസേ ശൽഗം. ശ ശ ശൽഗം എന്നുള്ളതിന്റെ ശ. ഈ റയാൻ എവിടെ നോക്കി എഴുതുന്നത്? റയാൻ ശൽഗം എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ ശ. എത്ര അക്ഷരങ്ങളായി? ആയുഷ് പ്ലീസ് അൺമ്യൂട്ട്. ആയുഷിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആയല്ലോ. എത്ര അക്ഷരങ്ങളായി മോനെ? എത്ര അക്ഷരങ്ങൾ എഴുതി? ദീക്ഷിത് എത്ര അക്ഷരങ്ങൾ എഴുതി? 12 ആയോ? 1, 2, 3, 5, 6, 7, 8, 9, 10, 11, 12. 12 അല്ലേ? ഓക്കെ. 3 അക്ഷരങ്ങൾ എഴുതി. 12 ആയില്ല എല്ലാവർക്കും? ഏതൊക്കെ അക്ഷരങ്ങൾ? ദീക്ഷിതേ എനിക്ക് 10 വന്നിട്ടുള്ളൂ മോനെ. ഏതൊക്കെ അക്ഷരങ്ങളാന്ന് വായിച്ചേ? ദീക്ഷിത് നായാണ് പറഞ്ഞത്. ക്ഷ നാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഠായുണ്ട്. ഠക്കിനാന്നുള്ള ഠ, ദവാത്ത് എന്നുള്ള ദ, ഫ, ധ. 12 അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 12 അക്ഷരങ്ങളും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ തന്നെ ശരിയിട്ടോ. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തെറ്റിടണം. എന്നിട്ട് അമ്മമാർ എന്ത് ചെയ്യണം? ആ കുട്ടികൾക്ക് ആ അക്ഷരം അറിയില്ലെങ്കിൽ നന്നായിട്ട് വായിച്ച് പഠിച്ച് എഴുതിക്കണത്. 12 ഔട്ട് ഓഫ് 12 ആണെങ്കിൽ നിങ്ങൾക്ക് 12 മാർക്ക് അവിടെ ഇടാം. എന്നിട്ട് ഒരു 3 സ്റ്റാർ ഒക്കെ കൊടുക്കാം അല്ലെ? ശരിയാണെങ്കിൽ. ആരാ അമ്മ? ആദ്യത്തിന്റെ അമ്മ പോയോ? ആയുഷിന്റെ 3 തെറ്റി. 3 തെറ്റിയോ? സാരമില്ല കേട്ടോ. ഞാൻ 12 അക്ഷരം ശരിയായിട്ട് എഴുതിന്. ആരാണിത്? വാട്ട് ഈസ് യുവർ നെയിം? ആയുഷ്. വെരി ഗുഡ്. അപ്പം 12 ശരിയാണെങ്കിൽ 3 സ്റ്റാർ ഇട്ടോ അവിടെ. ശരിയാണെങ്കിൽ മാത്രമേ ഇടാവൂ കേട്ടോ. തെറ്റിനടുത്ത് തെറ്റ് തന്നെ. തെറ്റിയെടുത്ത് തെറ്റ് തന്നെ ഇടണം. എന്നിട്ട് അത് പഠിക്കണം. ഓക്കെ. ഇനി അടുത്ത പീരീഡ് വരുമ്പോ ഇതെന്താ ചെയ്യുന്നറിയാ? ഇത് വായിപ്പിക്കും. നമ്മുടെ സമയം ഇപ്പൊ തീരാൻ പോവാണ്. അപ്പൊ അടുത്ത പീരീഡ് ഇത് കുട്ടികൾ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. അന്ന് കുറെ പേര് വായിക്കാത്തവരുണ്ട്. അപ്പം നന്നായിട്ട് വായിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ ഒന്ന് പേര് വിളിക്കട്ടെ. അറ്റൻഡൻസ് എടുത്തോട്ടെ. സാവിയോ ജോ, നിയ ദാസ്, അനാമിക. അനാമിക 6 ആണ് അല്ലെ? ദീക്ഷിത്, ദേവർഷ, അമൃത,
ജോവിൻ, ജോയൽ, റിച്ചാർഡ്, അൻവിത, ഹാദി, റയാൻ, ബിയോണ, ജിയ റോസ്, മുഹമ്മദ് മുദ്ദാസിം, ആദി തനു, സൽമാൻ നാസർ, അയാൻ വിജേഷ്, നിവേദ്യ, ഏബൽ മാത്യു, ഹാദിയ, ആയുഷ്, നീലാഞ്ജന, അനാമിക. ഗാലക്സി M30 എഴുതിയ ആരാണ്? അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ പേരടിച്ചിട്ട് തന്നെ ക്ലാസ്സിൽ കയറാൻ പറയുന്നില്ലേ? ഫാത്തിമ KM, നൈല, ദേവ, അധീന, അനുഗ്രഹ, അഫ്രാസ്, റസീദ്, ഫാത്തിമ, ഐഫൂന, ആൻഡ്രോസ്, അശ്വിനി. അശ്വിനി ഇപ്പൊ ലാസ്റ്റ് ആണോ കയറിയത്? അശ്വിനി, അശ്വിനി, അശ്വിനി ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ, അക്ഷരങ്ങൾ ഒന്ന് വോയിസ് മെസ്സേജ് അയക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇർഷാദ്, നസ, മറിയം, അലൻ ജോസഫ്. 37 പാർട്ടിസിപ്പൻസ് ഉണ്ട് അല്ലെ? 37. ഓക്കെ, എല്ലാരും വിളിച്ചില്ലേ? ഷഹ്ബറ. ഓക്കെ, എത്ര പേർക്ക് 12-ൽ 12 കിട്ടി? ഒന്ന് കൈയ്യുർത്താമോ? ജിയ റോസിന്റെ പേര് വിളിച്ചില്ലേ? ജിയക്കുണ്ട്, ആയുഷ്. പിന്നെ ആർക്കൊക്കെ കിട്ടി? 12 ഔട്ട് ഓഫ് 12. റിച്ചാർഡ്, ദേവർഷ, സെറ. പിന്നെ ആരാണ്? ഇത്രയും പേർക്കുള്ളോ? എല്ലാവർക്കും തെറ്റിപ്പോയോ? സാരമില്ല കേട്ടോ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ദിവസം ഇടും. അലൻ ജോസഫ്, ഇർഷാദ് എഴുതിയോ? ലെറ്റേഴ്സ് ഒക്കെ എഴുതിയോ? എഴുതിയില്ല? നല്ല മടിയല്ലേ ഇർഷാദിന്? ജോയലും ജോവിനും എത്രയുണ്ട് മാർക്ക്? എല്ലാം ശരിയാണോ? 12 ഔട്ട് ഓഫ്. സാബിയോ? അതെ. ആദ്യത്തെ എല്ലാം ശരിയായില്ലേ? 9 തെറ്റിപ്പോയി പോയല്ലേ? സാരമില്ല, എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, നീയ ആരാണ് അടുത്ത്? അനിയനാണോ? ഹായ്. കുഞ്ഞാവൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, സി യു നെക്സ്റ്റ് പീരീഡ്. ബൈ. പഠിച്ചിട്ട് വരണം കേട്ടോ, വായിക്കാൻ പഠിച്ചിട്ട് വരണം അടുത്ത പീരീഡ്. ഓക്കെ.